ഞാൻ ബിനോയിലേക്ക് തിരിച്ചെത്താം. നമ്മുടെ കൂടെ ഇപ്പോൾ റിയാസ് KMR കൂടെ ചേരുന്നുണ്ട്. റിയാസ്, നികുതി ഇളവിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. മധ്യവർഗത്തിന് ആശ്വാസകരമായ ഒരു മാറ്റം. ഇനിയിപ്പോൾ മധ്യവർഗത്തിൻ്റെ ഉപഭോഗം കൂട്ടാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഇനി മുതൽ മധ്യവർഗത്തിൻ്റെ ഉപഭോഗം എന്തായാലും കൂടും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? കാളിദാസ്, നികുതി സ്ലാബ് സംബന്ധിച്ച ധനമന്ത്രിയുടെ പ്രഖ്യാപനം അത് ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇനിയിപ്പോൾ പുതിയ സ്ലാബ് അതായത് ലക്ഷം എത്ര 0 മുതൽ 4 ലക്ഷം വരെ നികുതി ഇല്ല, 4 മുതൽ 8 ലക്ഷം വരെ 5% നികുതി എന്നുള്ള ഒരു സാഹചര്യം, മധ്യവർഗത്തിന് നികുതി ഇളവ് നൽകുന്ന ഒരു സാഹചര്യം, അതൊക്കെ ആശ്വാസകരം തന്നെയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിനായി എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി അനുവദിച്ചിട്ടില്ല എന്നുള്ളത് വലിയ നിരാശ ഉളവാക്കുന്ന കാര്യമാണ്. വയനാടിൻ്റെ പാക്കേജ് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതില്ല. ഒരുപക്ഷെ അന്തിമമായി അത് ഉണ്ടാകുമോ, പൂർണ്ണമായ ബജറ്റ് പ്രഖ്യാപന അതിൻ്റെ ബജറ്റ് പൂർണ്ണമായും പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ എന്തായാലും നിലവിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളത് വലിയ അളവ് വരെ നിരാശ പകരുന്ന ഒരു കാര്യമാണ്. എയിംസ് പ്രഖ്യാപനം, അല്ലെങ്കിൽ കൂടുതൽ ഇതില്ല, ട്രെയിനുകളില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായും വേണ്ട ജനങ്ങളെ ഏറ്റവും അടിയന്തിരമായി വേണ്ട ആവശ്യങ്ങളിൽ പലതും കേന്ദ്രം ഇത്തവണയും കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ചില കാര്യങ്ങൾ മലബാറിനെ സംബന്ധിച്ച് പൊതുവെ പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഈ കൈത്തറി തറി ഇനങ്ങൾക്ക് നികുതി ഇളവ് ലഭിച്ചത് വലിയ ആശ്വാസകരമാണ്. കൈത്തറിക്കും തറി ഇനങ്ങൾക്കും ഏറെ പേരുകേട്ട മണ്ണാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കണ്ണൂരിൽ നിന്നും കൂടുതൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും അത് ആ വ്യവസായ മേഖല, അതൊരു പരമ്പരാഗത വ്യവസായ മേഖലയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത് വലിയ അളവ് വരെ സഹായിക്കും. അതുപോലെ ഹോം സ്റ്റേകൾക്കുള്ള മുദ്രാ ലോൺ എന്ന് പറയുന്നത് അത് വയനാട് പോലുള്ള അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള ഈ ഇക്കോ ടൂറിസം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആലപ്പുഴ അടക്കമുള്ള ഏത് കേരളത്തിലെ മറ്റ് വിനോദസഞ്ചാര മേഖലകളിലായാൽ പോലും അത് ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ മുദ്രാ ലോൺ ആർക്കൊക്കെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അത് ആ രീതിയിൽ തന്നെ ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസം പകരും. അത് തീർച്ചയായിട്ടും ഈ നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ ഉപഭോഗം വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് അത് പിന്നീട് സർക്കാരിന് ഗുണപ്രദമായ രീതിയിലേക്ക് മാറുന്നത്. പിന്നെ ഈ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയുന്നത് അത് ആശ്വാസകരമാണ്. സാധാരണക്കാർക്ക് കൂടി അത്തരം ചികിത്സകൾ കൂടുതൽ ലഭ്യമാകാൻ സഹായിക്കും. പക്ഷേ പ്രത്യക്ഷമായി പറയുമ്പോൾ കേരളത്തിനായി ഒരു പദ്ധതി പോലും, കാര്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. എല്ലാ കാലത്തും ഇങ്ങനെ നിരാശയോടുകൂടി ബജറ്റ് പ്രസംഗം കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം മലയാളികളെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ച് ഉണ്ടാകുന്നു എന്നുള്ളത് അത്ര ഗുണപ്രദമല്ല. അപ്പോഴും ഈ നികുതി സ്ലാബിലുള്ള മാറ്റം, ജീവൻ രക്ഷാ മരുന്നുകളിലുള്ള ഒരു ഇളവുകൾ, അത്തരം കാര്യങ്ങൾ ഏറെ ആശ്വാസകരവുമാണ്. കാളിദാസ്, തീർച്ചയായും റിയാസ്, എന്തായാലും അതിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ വിവരങ്ങൾ നമുക്കിനി ലഭിക്കാനുണ്ട്. വയനാടിനും പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒക്കെ നമുക്കിനിയും ലഭിക്കാനുണ്ട് എന്ന് തോന്നുന്നു. ബിനോയും നേരത്തെ സൂചിപ്പിച്ചത് അതാണ്. കുറച്ചും കൂടി നമുക്കതിലെ കുറച്ച് വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. എന്തായാലും റിയാസ്, ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി കാര്യങ്ങളിൽ കേരളത്തിന് ആശ്വാസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം കാർഷിക മേഖലയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാകും, കാർഷിക മേഖലയ്ക്ക് വലിയൊരു ഊന്നൽ നൽകും. ബീഹാറിലെ മഖാന കർഷകർക്ക് പ്രത്യേകമായി മഖാന ബോർഡ് സൃഷ്ടിക്കുന്നു. അത്തരത്തിൽ കുറേ നീക്കങ്ങളൊക്കെ ബീഹാറിന് പ്രത്യേകമായി നൽകുമ്പോഴും കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും. കാർഷിക വായ്പകൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള MSME, ഈ മൈക്രോ സ്മോൾ മീഡിയം സ്കെയിൽ എന്റർപ്രൈസസുകൾക്കൊക്കെ അവരുടെ വായ്പാ പരിധിക്കും വലിയ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യവസായങ്ങളൊക്കെ ആനുപാതികമായി കൂടും എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? കാളിദാസന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് ഞാൻ പറയാം. ഈ ബജറ്റ് പ്രഖ്യാപനം കണ്ട് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ആ സുഹൃത്ത് തമാശയായി പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ പേര് ഇനി ബീഹാറെന്നോ മറ്റോ ആക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമായിരിക്കും എന്നുള്ള ഒരു തമാശ ആ സുഹൃത്ത് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ അവസ്ഥയാണ്. കേരളത്തിന്റെ പേര് ബീഹാറെന്നോ UP എന്നോ ആക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കൂടുതൽ പദ്ധതികൾ ലഭിക്കണമെങ്കിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ ബജറ്റ് പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴും കാളിദാസ് സൂചിപ്പിച്ചതുപോലെ
കേരളത്തിന് ആശ്വാസകരമായ ചില പ്രഖ്യാപനങ്ങൾ അത് എടുത്തു പറയണമല്ലോ. പോസിറ്റീവായ കാര്യങ്ങൾ കൂടി എടുത്തു പറയണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം 5 വർഷത്തിനകം മെഡിക്കൽ കോളേജുകളിൽ 75,000 അധിക സീറ്റുകൾ അനുവദിക്കുമെന്ന് പറയുന്നു. അതിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു ആനുപാതികമായ സംഖ്യ ലഭിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതുകൊണ്ട് ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി കേരളത്തിലുള്ള തീരദേശങ്ങളിൽ അധിവസിക്കുന്നവർക്ക് ഗുണപ്രദമായ രീതിയിൽ, പ്രത്യേകിച്ച് മത്സ്യബന്ധന തൊഴിലുമായി ജീവിക്കുന്ന ആളുകൾക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ കപ്പൽ നിർമ്മാണ മേഖലയിലുള്ള സമഗ്ര വികസനം, കപ്പൽ നിർമ്മാണ മേഖലയിൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് ഈ കപ്പലുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ കൂടി കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ വേണമായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ആ ഒരു ബജറ്റ് പ്രഖ്യാപനം നടന്നിട്ടുണ്ടോ? ഇനിയുമുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഇനിയും കാത്തിരിക്കുന്നു. ആ വയനാടിനെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും അറിയാം. നമുക്കിനിയൊരു ഇടവേള അനിവാര്യമാണ്. കേരള വിഷൻ ന്യൂസിൻ്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.